ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുവിൻ്റെ മനസ്സിൽ അഞ്ജലിയോട് ഇപ്പം തോന്നിയേക്കുന്ന ദേഷ്യം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം സൂര്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അഞ്ജലി സൂര്യയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴാണ് മനു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കാണുന്നത്. അന്നേരം തന്നെ സൂര്യ അഞ്ജലിയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അഞ്ജലി ആ കൈ പിടിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കത്തില്ല. എന്നാൽ മനു കാണുമ്പോഴത്തേക്കും അഞ്ജലി സ്നേഹത്തോടെ സൂര്യയ്ക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നത് സൂര്യ അവളുടെ കൈ പിടിച്ചിട്ടും അവളത് എതിർക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ അവന് വരുന്നത്. അത് മനുവിന് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. മനു അഞ്ജലിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുമുണ്ട്. അഞ്ജലി ആണെങ്കിൽ ഇതൊന്നും താൻ അറിഞ്ഞിട്ടല്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത്. സൂര്യ ആണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. അവൻ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് പോകുന്നത്. മനു അഞ്ജലിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ അകൽച്ച മാക്സിമം മുതലാക്കാൻ വേണ്ടി വിനോദിനി ശ്രമിക്കുന്നുണ്ട്. മൈഥിലിയെ മനുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഈ അവസരം പാഴാക്കരുതെന്നും പറഞ്ഞ് മൈഥിലി മനുവിൻ്റെ അടുത്ത് ചെന്ന് സ്നേഹത്തോടെ പലതും സംസാരിക്കുന്നുണ്ട്. മനു അതിനെ ഒന്നും എതിർത്ത് പറയുന്നുമില്ല. മനു നേരത്തെ മൈഥിലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജലിയായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി അഞ്ജലി മാത്രമായിരിക്കും അവൻ്റെ ഭാര്യയെന്ന്. പക്ഷേ മൈഥിലി അഞ്ജലി എങ്ങനെയും പുറത്താക്കാനുള്ള എല്ലാ വഴികളും ശ്രമിക്കുന്നുണ്ട്. മനു മൈഥിലിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അഞ്ജലിയായിട്ട് നല്ല രീതിയിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിൽക്കുന്നില്ല. അഞ്ജലിയും മനുവും കൂടി മാറി നിന്ന് സംസാരിച്ചാലേ ഇതിനൊരു തീരുമാനം ആവത്തുള്ളൂ. കുറേ ദിവസത്തിന് ശേഷം നാളത്തെ എപ്പിസോഡിൽ പ്രഭയും കാണിക്കുന്നുണ്ട്. പ്രഭ ഇനി എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആരുടെ കൂടെ നിൽക്കുമെന്നൊക്കെ കണ്ടറിയണം. ഇതിൻ്റെ എല്ലാം പുറകിൽ മെയിനായിട്ടുള്ള ഒരാൾ സൂര്യ തന്നെയാണ്. നന്ദനയും എരിവ് കയറ്റിവിടുന്നത് സൂര്യയാണ്. അവനൊരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അഞ്ജലിയുടെയും മനുവിൻ്റെയും ജീവിതത്തിലേക്ക് കയറി മൈഥിലി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഈ ചിത്രയും മുത്തശ്ശിയൊന്നും അറിയുന്നില്ല. അവരിനി അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ നന്ദൻ്റെ ഷെയർ എത്രയും വേഗം കൊടുത്ത് അവനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്.